ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ക്യാരറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കല്ലേ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള ഒന്നാണിത്. ഫസ്റ്റ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടി കുട്ടി ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കത്തി വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ചരിച്ചരിഞ്ഞെടുത്താൽ മതിയാവും. ഇങ്ങനെ അരിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വട്ടത്തിന് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചരിച്ചരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്ത കുറച്ച് ക്യാരറ്റാണ്. ഏകദേശം ഒരു 250 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങണം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. ഇതിപ്പോൾ നമ്മുടെ കടായി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയാണ്. കടുകിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. അപ്പോൾ അതും കൂടി ചേർക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. ഒരു ചെറിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവാള കൂടണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റിയിട്ട് പോകണമെന്നുള്ള ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമ്മുടെ ഈ സവാളയുടെയൊക്കെ ആ ഒരു പച്ചപ്പ് മാറുന്നവരെ മാത്രം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പം പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് ചെറിയൊരളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചപ്പ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ടീസ്പൂണിൽ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വഴറ്റാൻ വേണ്ടി നിൽക്കേണ്ടത്. പകരം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വളരെ കുറച്ച് മാത്രം ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ എണ്ണയിലിട്ട് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മസാലയെല്ലാം കരിഞ്ഞിട്ട് പോകും. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാനായിട്ട്, ഒരുപാട് ഫ്ലെയിം വെക്കരുത്. ഒരു 30 സെക്കൻഡ് നമ്മുടെ മസാലക്കൂട്ട് തിളച്ചപ്പോഴത്തേക്കും നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പൊന്നും ആവശ്യത്തിന് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അധികം കൂടി പോകാതെ നോക്കണം. വളരെ കുറച്ചളവിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്.
അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫ്ലെയിം ലോയിൽ വേണം വെച്ചിരിക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം പെട്ടെന്ന് വറ്റിപ്പോവും. പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാൻ. 5 മിനിറ്റ് തന്നെ ധാരാളം മതിയാവും. അത്രയും സമയം കൊണ്ട് നന്നായിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും. എങ്ങാനും നമുക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടി വേവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ കുറവ് വേവ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കതിനനുസരിച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. നമ്മുടെ ക്യാരറ്റ് എല്ലാം വേകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇതൊന്നിരുന്നാൽ മതിയാവും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും നമുക്കൊന്ന് അടച്ച് വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റ് എല്ലാം ഇപ്പോൾ ഇവിടെ സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിനി കൂടുതൽ സമയത്ത് ഇത് വേവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കുഴഞ്ഞു പോവും, വെന്തുടഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും തന്നെ മതിയാവും. ഇപ്പോൾ നമ്മുടെ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്യാരറ്റിലെല്ലാം പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. നമ്മൾ ഈ കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഫസ്റ്റിലേ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ലാസ്റ്റിൽ മാത്രം ഒരല്പം കുരുമുളക് പൊടിച്ചതും കൂടി. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/4 പീസ് അളവിൽ കുറച്ച് നാരങ്ങാനീരും കൂടി. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ മാത്രമേ നാരങ്ങാനീരുണ്ടാവുള്ളൂ. ചെറിയൊരു പുളിപ്പ് കിട്ടും നമ്മൾ ഈ നാരങ്ങാനീര് ചേർക്കുമ്പോഴത്തേക്കും. ഇനി ഫൈനലി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് വരട്ടിയത് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ചൂട് ചോറും ഒരല്പം രസവും കുറച്ച് സൈഡിലായിട്ട് നമ്മുടെ ക്യാരറ്റ് വരട്ടിയതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അതുപോലെ തന്നെ തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. കൂടെ തന്നെ ചെറിയൊരു പരാതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടുന്നില്ല എന്ന് കമൻസിൽ ഒരുപാട് മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ദയവേത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 മണിക്ക് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 11:15 ഞാനിപ്പോൾ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം എപ്പോഴും വന്നാലും ഒരു വീഡിയോ ഉണ്ടാവും. മറക്കാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.